കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് തീരദേശ റോഡ് തകർന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലും ശക്തമായ തിരയടിച്ചിലിൽ തകർന്നു വീണു. അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ശക്തമായ കടലാക്രമണമാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? മഴ തുടരുന്നൊരു സാഹചര്യമാണോ? അശ്വതി, മഴ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തി പ്രാപിച്ചതോടുകൂടി കടലാക്രമണം രൂക്ഷമാണ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ്ട് 100 മീറ്ററോളം തന്നെ കടൽ കയറി വന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായി ശക്തമായ തിരയടിച്ചിലിൽ ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRAയുടെ മതില്, വളരെ കെട്ടുറപ്പുള്ള മതിലാണ് തകർന്നു വീണത്. ഏതാണ്ട് 100-110 മീറ്ററോളം ഈ മതിൽ തകർന്നു. CPCRAയുടെ എക്സ്പെരിമെന്റൽ ഫാം നിൽക്കുന്ന ഭാഗത്താണ് തിരയടിച്ചിലിൽ മതിൽ തകർന്നു വീണത്. അത് കൂടാതെ കണ്ട് തീരദേശ റോഡും തകർന്നതായി നമുക്ക് കാണാം. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത് ഈ കാവുകോളിയിൽ CPCRAയുടെ മതിൽ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം കൂടെ അടക്കമുള്ള ഭാഗത്താണ് കടലാക്രമണം രൂക്ഷമായത്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ഇത് ദിവസങ്ങളായി തുടരുകയാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസി പറയുന്നത്. ചേട്ടാ, ഇത് എത്ര ദിവസമായി? ഇതൊരു 10 ദിവസമായി തുടർച്ചയായിട്ട് തുടർന്ന് 10 ദിവസം കൊണ്ട് ഇതിൻ്റെ നമ്മളെ റോഡുകളെല്ലാം നീറുപാലായിട്ട് പോയി. നമ്മളെ പ്രദേശത്തേക്ക് ഒരു സൗകര്യങ്ങളില്ല. എതിർപക്ഷം സെൻട്രലിൻ്റെ റെയിൽവേ ആണ്, പുറപക്ഷം ഇവിടെ ഇത് കടൽ ഭിത്തിയൊക്കെ ഇല്ലാതെ കൊണ്ട് വർഷം പ്രതി ഇതിങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ വർഷങ്ങളും എല്ലാ അതത് അധികാരികൾക്കും ഗവൺമെൻറ്റുകൾക്കും അറിയിച്ചുകൊണ്ടുണ്ട്. അത് വലിയൊരു വിശേഷമായ ഒരു പ്രതികാരമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു 400 മീറ്ററിൻ്റെ അത്ര റോഡുകൾ പോയിട്ടുണ്ട്. നല്ല തീരദേശ റോഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സൗകര്യങ്ങളും ഇല്ല. നമ്മളൊരു 150 ഫിഷർമാനിൻ്റെ ഒരു ജനങ്ങളുടെ വീടാണ്. അപ്പോൾ അന്നേരം എത്രയും പെട്ടെന്ന് എല്ലാ അധികാരികളും ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഇതിന് വേണ്ടതായ നടപടികൾക്ക് തരണമെന്നാണ് ഞങ്ങൾ ഈ കാവുകോളി പ്രദേശത്തിൻ്റെ ജനങ്ങൾ അറിയിച്ചു കൊള്ളുന്നത്. ചാനലിൻ്റെ തീർച്ചയായിട്ടും വലിയ രീതിയിൽ അശ്വതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഈ കടലാക്രമണം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 100-150ഓളം വരുന്ന കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ഈ തീരദേശ റോഡിന്റെ തകർച്ച കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CPCRAയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാവുകോളി കടപ്പുറത്തിന് പുറമെ കാസർഗോഡ് ജില്ലയിൽ മറ്റ് തീരദേശ മേഖലകളായ കന്നുവീട് കടപ്പുറം, അതുപോലെ തന്നെ വലിയപറമ്പ്, മാവില കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമാണ്. നിരവധി തെങ്ങുകളാണ് ആ പ്രദേശങ്ങളിൽ ഒസ്തുർഗ് താലൂക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊഴിഞ്ഞുപോയതും. ഇപ്പോഴും ശക്തമായ കടലാക്രമണം തുടരുന്നു. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് ജില്ലയിലുള്ളത്. കഴിഞ്ഞ ദിവസവും ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും കാസർഗോഡ് തുടരുകയാണ്. അശ്വതി.